ഏവർക്കും മോഡുലസ് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ സ്ഥിത വൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനൊക്കെ പഠിക്കാനുള്ളത് വൈദ്യുതിയെക്കുറിച്ച്, ചില ചാർജുള്ള കണങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് ചില വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് മറ്റ് വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്നു. നിങ്ങൾ സ്കൂളുകളിൽ ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മളൊരു സ്കെയിൽ നമ്മുടെ ഉണങ്ങിയ തലമുടിയിൽ ഉരസിയതിന് ശേഷം പേപ്പർ കഷ്ണങ്ങളിലേക്ക് കാണിച്ചാൽ ആ പേപ്പർ കഷ്ണങ്ങളെ ആ സ്കെയിൽ ആകർഷിക്കുന്നതായിട്ട് കാണാം. ഇതിന് കാരണം ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ അവിടെ ചില ചാർജുകൾ രൂപപ്പെടും. അതായത് ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ. ഇതിനകത്ത് ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ് ഇല്ലാത്ത കണമാണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണ്. എല്ലാ ആറ്റത്തിലും, ഏതൊരു ആറ്റം എടുത്താലും അതിൽ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. അതായത് നമ്മളൊരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിനകത്ത് പ്രോട്ടോണുകളുണ്ടാവും, ന്യൂട്രോണുകളുണ്ടാവും, ഇലക്ട്രോണുകളുണ്ടാവും. ആൻഡ് പ്രോട്ടോണുകളുടെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പ്രോട്ടോൺ പി ഫോർ പോസിറ്റീവ്. പ്രോട്ടോൺ പോസിറ്റീവാണ്. ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരാണ്. ന്യൂട്രോൺ ന്യൂട്രലായിട്ടുള്ള ആൾക്കാരാണ്. അത് ഓർത്ത് വയ്ക്കുക. ഇനി ഒരാറ്റത്തിൽ അതിന് പല സന്ദർഭങ്ങളിലായിട്ട് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടു പോവാം, അല്ലെങ്കിൽ അവർക്ക് ഇലക്ട്രോണുകളെ ലഭിക്കാം. ഒരാറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ലഭിക്കും. ഒരാറ്റത്തിന് ഇലക്ട്രോണിനെ ലഭിക്കുകയാണെങ്കിൽ, ഒരു ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജ് ലഭിക്കും. ഓർത്ത് വയ്ക്കുക. ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിനെ ലഭിച്ചാൽ നെഗറ്റീവ് ചാർജുമാണ് കിട്ടുന്നത്. ഈ ഒരു ടേബിൾ നോക്കാം. ഇവിടെ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺ കൈമാറ്റത്തെക്കുറിച്ചും അവയ്ക്ക് ലഭിക്കുന്ന ചാർജുകളെക്കുറിച്ചുമാണ് പറയുന്നത്. ഒന്നാമത്തെ നോക്കി, ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഉരസുന്നു. അപ്പോൾ ഗ്ലാസ് റോഡിന് ഇലക്ട്രോണിന് നഷ്ടമാകുന്നു. ഇലക്ട്രോണിന് നഷ്ടമായാൽ ഗ്ലാസ് റോഡിന് എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടിയാൽ സ്വാഭാവികമായും സിൽക്കിന് നെഗറ്റീവ് ചാർജ് കിട്ടും. സിൽക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇവിടെ നോക്കൂ, എബണൈറ്റ് കമ്പിളി. അതിനകത്ത് കമ്പിളിക്ക് ഇലക്ട്രോണിന് നഷ്ടമാകുന്നു. കമ്പിളിക്ക് ഇലക്ട്രോണിന് നഷ്ടമായാൽ കമ്പിളി പോസിറ്റീവ് ചാർജ് ആവും. അങ്ങനെയാണെങ്കിൽ എബണൈറ്റ് എന്താവും? നെഗറ്റീവ് ചാർജ് ആവും. അടുത്തത് റബ്ബർ ദണ്ടും കമ്പിളിയും. ഇവിടെ നോക്കൂ, കമ്പിളിക്ക് പോസിറ്റീവ് ചാർജാന്ന് പറയുന്നുണ്ട്. കമ്പിളിക്ക് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എന്താണ്? കമ്പിളിക്ക് ഇലക്ട്രോണിന് നഷ്ടമാകും. അതേസമയം റബ്ബർ ദണ്ടിന് എന്തായിരിക്കും ചാർജ്? നെഗറ്റീവ് ചാർജ് കിട്ടും. ഒരു വസ്തുവിനെ വൈദ്യുത ചാർജുള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ വൈദ്യുതീകരണം അഥവാ ചാർജിങ് എന്ന് വിളിക്കും. അതായത് ഒരു വസ്തുവിന് ചാർജ് ഇല്ല, ആ വസ്തുവിനെ ചാർജ് ഉള്ളതാക്കി മാറ്റുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ചാർജിങ് അഥവാ വൈദ്യുതീകരണം. ഒരു വസ്തുവിലുണ്ടാവുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിനെ സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ സ്ഥിത വൈദ്യുതി എന്നാണ്. എന്നുവെച്ചാൽ ചില വസ്തുക്കൾ ചാർജ് ചെയ്യപ്പെടുമ്പോൾ അവരുടെ ചാർജ് ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണെന്ത്? സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. നോക്കൂ, വൈദ്യുത ചാർജിൻ്റെ സവിശേഷതകൾ. ചാർജില്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. അതായത് ഒരു വസ്തുവിന് ചാർജ് ഉണ്ടെങ്കിൽ ആ വസ്തുവിന് ചാർജ് ഇല്ലാത്തൊരു മറ്റൊരു വസ്തുവിനെ ആകർഷിക്കാൻ സാധിക്കും. വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലത്തെ അല്ലാത്ത ചാർജുകൾ. ഉദാഹരണത്തിന് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അവർ തമ്മിൽ എന്ത് ചെയ്യും? ആകർഷിക്കും. അതേസമയം സജാതീയ ചാർജുകൾ എന്ന് വെച്ചാൽ ഒരേപോലത്തെ ചാർജുകൾ, അതായത് രണ്ട് പോസിറ്റീവ് ചാർജുകളോ രണ്ട് നെഗറ്റീവ് ചാർജുകളോ ഇവർ പരസ്പരം വികർഷിക്കും. അവർ തമ്മിൽ അകന്നകന്ന് പോകും, വികർഷിക്കും. ഇനി വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റാണ് കൂളോം. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റാണ് കൂളോം. ഓർത്ത് വയ്ക്കുക, വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റാണ് കൂളോം.
ചാർജ് ഒരു അദിശ അളവാണ്. അദിശ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഒരു അദിശ അളവാണ്. സ്കെയിലാറാണ്, വെക്ടർ അല്ല. സ്കെയിലാർ അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല, ചാർജിന് ഡിറക്ഷൻ ഉണ്ടാവില്ല, അതൊരു അദിശ അളവാണ്. നോക്കൂ, ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ചാർജിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു വസ്തുവിലെ ചാർജിനെ നിർവീര്യമാക്കിയാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിസ്ചാർജിങ് എന്ന് വിളിക്കാം. എന്താണ് എർത്തിങ്? നമ്മുടെയൊക്കെ വീടുകളിൽ എർത്ത് ചെയ്യുന്നതാണ്. എന്താണ് എർത്തിങ്? ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിനെ ഒരു ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിച്ചാൽ അതിനെ എന്ത് വിളിക്കാം? എർത്തിങ് എന്ന് വിളിക്കാം. ചാർജുള്ളൊരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രവഹിച്ച് വസ്തുവിൻ്റെ ചാർജ് പൂർണ്ണമായും നിർവീര്യമാകുന്നു. അതായത് നമ്മളങ്ങനെ എർത്ത് ചെയ്യുമ്പോഴത്തേക്കും ഭൂമിയിൽ നിന്നും വസ്തുവിലേക്കോ വസ്തുവിൽ നിന്നും ഭൂമിയിലേക്കോ ഇലക്ട്രോണുകൾ പ്രവഹിച്ചുകൊണ്ട് ആ വസ്തു നിർവീര്യമാകുന്നു. ഭൂമി ഏത് സമയത്തും ഏതളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യും. അതുകൊണ്ട് ഭൂമിയെ നമ്മൾ ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കാറുണ്ട്. ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കാറുണ്ട്. അതാണ് സ്ഥിത വൈദ്യുത പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ? ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തെ സ്ഥിത വൈദ്യുത പ്രേരണം എന്ന് പറയുന്നു. അതായത് ഒരു ചാർജുള്ള വസ്തു മറ്റൊരു വസ്തുവിന് സമീപത്തേക്ക് വരുമ്പോൾ ആ ചാർജുള്ള വസ്തുവിൻ്റെ പ്രേരണം മൂലം മറ്റേ വസ്തുവിൽ ചാർജുകളുടെ പുനഃക്രമീകരണം നടന്നാൽ അവയെ വിളിക്കുന്ന പേരാണെന്ത്? എന്താണ് വിളിക്കുന്നത്? സ്ഥിത വൈദ്യുത പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. നോക്കൂ, അടുത്തൊരു പോയിന്റ്. ഒരു ഇലക്ട്രോസ്കോപ്പിനെ, ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും. അതായത് ഒരു ഇലക്ട്രോസ്റ്റാറ്റ് നിങ്ങൾക്കിവിടെ കാണാം, ഇതൊരു ഇലക്ട്രോസ്റ്റാറ്റാണ്. ഇലക്ട്രോസ്റ്റാറ്റിന് ഒരു നെഗറ്റീവ് ചാർജ് വെച്ച് നമ്മൾ ചാർജ് ചെയ്താൽ ആ ഇലക്ട്രോസ്റ്റാറ്റിൽ ഉണ്ടാകുന്ന ചാർജ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതായത് ഏത് ചാർജ് ഉപയോഗിച്ചാണോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിനെ ചാർജ് ചെയ്യുന്നത് അതിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിൽ ഉണ്ടാകുന്നത്. ഓർത്തിരിക്കുക. അടുത്തത് എന്താണ് കപ്പാസിറ്റർ എന്ന് നോക്കാം. എന്താണ് കപ്പാസിറ്റർ എന്ന് വെച്ചാൽ വൈദ്യുത ചാർജിനെ സംഭരിച്ചു വെക്കാൻ കഴിയുന്ന സംവിധാനത്തെ കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നു. അപ്പോൾ കപ്പാസിറ്ററുകൾ എന്താണ്? വൈദ്യുത ചാർജിനെ സംരക്ഷിച്ചു വെക്കാൻ കഴിവുള്ളവരാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം, കപ്പാസിറ്ററിൻ്റെ വൈദ്യുത സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ പ്ലേറ്റുകൾക്കിടയിൽ അനുയോജ്യമായ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം ഇൻസുലേറ്ററുകളെ ഡൈ ഇലക്ട്രിക് എന്ന് വിളിക്കുന്നു. അതായത് കപ്പാസിറ്ററിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ പ്ലേറ്റുകൾക്കിടയിൽ അനുയോജ്യമായ വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. ഇൻസുലേറ്റേഴ്സ് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് എന്ന് വിളിക്കും. കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റർ എന്ന് വെച്ചാൽ ചാർജിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സംഭരിച്ചു വെക്കുന്ന ആളാണ് കപ്പാസിറ്റർ. അതിൻ്റെ ചാർജിനെ സംഭരിക്കാനുള്ള ശേഷിയെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. ഈ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് ഫാരഡ്. എഫ് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും ഫാരഡ്. ഒരു ഫാരഡ് എന്ന് വെച്ചാൽ 10⁻⁶ മൈക്രോ ഫാരഡ് ആണ്. അല്ലെങ്കിൽ ഒരു ഫാരഡ് എന്ന് വെച്ചാൽ 10⁻12 പീക്കോ ഫാരഡ് ആണ്. ഒന്ന് ഓർത്ത് വെക്കണം, കൺവേർഷൻ ഒന്ന് ഓർത്ത് വെക്കണം. ഒരു ഫാരഡ് എന്ന് വെച്ചാൽ 10⁻6 മൈക്രോ ഫാരഡ് ആണ്. അല്ലെങ്കിൽ ഒരു ഫാരഡ് എന്ന് വെച്ചാൽ 10⁻12 പീക്കോ ഫാരഡ് ആണ്. വൈദ്യുത ചാർജിൻ്റെ വിതരണം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമായിരിക്കും. എന്നുവെച്ചാൽ ഒരു ലോഹ വസ്തുവിലേക്ക് നമ്മളൊരു ചാർജ് കൊടുത്താൽ ആ ചാർജ് വിതരണം ചെയ്യപ്പെടുന്നത് ആ ചാലകത്തിൻ്റെ ഉപരിതലത്തിൽ മാത്രമായിരിക്കും. അത് മാത്രമല്ല, കൂർത്ത അഗ്രങ്ങളിൽ ചാർജിൻ്റെ അളവ് കൂടുതലുമായിരിക്കും. എന്താണ് ഇടിയും മിന്നലും? നമുക്ക് നോക്കാം. തറനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളുടെ മുകൾ ഭാഗം തണുത്തുറഞ്ഞ് മഞ്ഞുകണങ്ങൾ ഉണ്ടാകുന്നു. ശക്തമായ വായുപ്രവാഹത്തിൽ ഇത്തരം കണങ്ങൾ തമ്മിൽ ഉരസി ഘർഷണം വഴി ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നു. ഇലക്ട്രോൺ ലഭിച്ച മഞ്ഞ് കണങ്ങൾ താഴെ ഭാഗത്തും ഇലക്ട്രോൺ നഷ്ടപ്പെട്ട മേഘങ്ങളുടെ മുകൾ ഭാഗത്തുമായി നിലകൊള്ളുന്നു. ഇങ്ങനെ 100 കണക്കിന് കൂളോം ചാർജ് സ്വരൂപിക്കപ്പെടുന്നു. ഇത്രയും ഉയർന്ന അളവിലുള്ള ചാർജ് ഇൻസുലേറ്ററായ വായുവിനെ വൈദ്യുത ചാലകമാക്കാൻ
പ്രാരാബ്ധമാണ്. 10,000 ആംപിയർ വൈദ്യുതി ഞൊടിക്കിടയിൽ വായുവിലൂടെ പ്രവഹിക്കുന്നത് മൂലം പ്രകാശമുണ്ടാകുന്നു. ഇതാണ് മിന്നൽ. അതോടൊപ്പം വളരെ ഉയർന്ന താപനിലയിൽ വായുവിനുണ്ടാകുന്ന ക്രമാതീതമായ വികാസം മൂലം ഉണ്ടാകുന്ന പ്രകമ്പനമാണ് ഇടിനാദം. അപ്പം ഈ ഇടിയും മിന്നലെന്നൊക്കെ പറയുന്നത് നമ്മുടെ ചാർജിലുണ്ടാകുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്നതാണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്താണ് മിന്നൽ രക്ഷാജാലകം? എന്താണെന്ന് നിങ്ങൾക്കറിയാം. മിന്നലിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി നമ്മൾ വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലും സ്ഥാപിക്കുന്നതാണ് മിന്നൽ രക്ഷാജാലകം. അതായത് അതിശക്തമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഭൂമിയിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ 1706 ജനുവരി 17 അദ്ദേഹം ജനിക്കുന്നത്. അമേരിക്കയിൽ ബോസ്റ്റണിൽ ജനിച്ചു. വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. അതായത് വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് ചാർജ് എന്നും നെഗറ്റീവ് ചാർജ് എന്നും നാമകരണം ചെയ്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. അദ്ദേഹം അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പട്ടം പറത്തൽ പരീക്ഷണത്തിലൂടെയാണ് മിന്നലുകൾക്ക് കാരണം ചാർജുകളുടെ ഒഴുക്കാണെന്ന് കണ്ടെത്തിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ പട്ടം പറത്തൽ പരീക്ഷണത്തിൽ നിന്നാണ് മിന്നലിൻ്റെ കാരണം ചാർജുകളുടെ ഒഴുക്കാണെന്ന് കണ്ടെത്തിയത്. അപ്പോൾ ആരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ? 1706 ജനുവരി 17 അമേരിക്കയിൽ ബോസ്റ്റണിൽ ജനിച്ചു. അദ്ദേഹം ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തത് അദ്ദേഹമാണ്. ഫിലാഡൽഫിയയിലെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ പട്ടം പറത്തൽ പരീക്ഷണത്തിൽ നിന്നാണ് മിന്നലിന് കാരണം ചാർജുകളുടെ ഒഴുക്കാണെന്ന് അദ്ദേഹം കണ്ടെത്തിയത്.